നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയല്ലോ. ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ വാ, നമുക്ക് ഫാറ്റി ആയ ഒരു ഇല്യൂഷൻ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിലൂടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതൊന്ന് നോക്കിയാലോ. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലെറിയ ഫാഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഒരിക്കലും ഫ്ലോയി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ചൂസ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും കട്ടിയുള്ള ക്ലോത്ത്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഫാറ്റി ആയ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ കളർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഒരിക്കലും ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ പേസ്റ്റൽ കളേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ലൈറ്റ് കളേഴ്സൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എസ്പെഷ്യലി നമ്മൾ വൈറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ സ്ലിം ആയിട്ട് എങ്ങനെ തോന്നിക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് ബ്ലാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് ഫാറ്റി ആയ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വൺ പാറ്റേൺ ആണ്. അതായത് നമ്മൾ ഡ്രസ്സസ് ചൂസ് ചെയ്യുമ്പം ഒരിക്കലും വേർട്ടിക്കലി ഡിസൈൻസ് വരുന്ന അല്ലെങ്കിൽ വേർട്ടിക്കലി സ്ട്രൈപ്സ് വരുന്ന ഡ്രസ്സസ് ചൂസ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും ഹൊറിസോണ്ടലി ഡിസൈൻസ് വരുന്ന അല്ലെങ്കിൽ ഹൊറിസോണ്ടലി സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ഡ്രസ്സസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രിൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്രിൻസ് വരുന്ന, അതായത് ഇപ്പം ഫ്ലോറൽ പ്രിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഫ്ലവേഴ്സ് വരുന്ന, അല്ലെങ്കിൽ ഡോട്ട്സ് പോൾഗ ഡോട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഡോട്ട്സ് ഒക്കെ വരുന്ന ഡിസൈൻസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യിക്കും. അതുപോലെ നമ്മൾ കൂടുതൽ എംബ്രോയിഡറി വരുന്ന ഡ്രസ്സസ് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ്. അതായത് സ്ലിം ആയ ആൾക്കാർ കൂടുതലായിട്ടും ഏത് ടൈപ്പ് ഡ്രസ്സസ് വെയർ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് കൂടുതലായി ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അവർക്ക് കൂടുതലായിട്ടും ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഡ്രസ്സസ് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ കുർത്തീസൊക്കെ അവർ ചെയ്യുമ്പം ലൈനിങ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുമ്പം അതുപോലെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ ഭയങ്കര ലൂസും അല്ല എന്നാൽ ഭയങ്കര ടൈറ്റും അല്ല, ആ ഒരു രീതിയിൽ വേണം ഡ്രസ്സസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കട്ടിയുള്ള ക്ലോത്ത്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ടിയുള്ള ക്ലോത്ത്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഹുഡീസൊക്കെ വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മളൊരു പാർട്ടി വെയറാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ കൂടുതൽ പ്ലേറ്റ്സും അതുപോലെ തന്നെ റെഫിൾസൊക്കെ വരുന്ന ഡിസൈൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ കൂടിയും നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു അറബിക് ടച്ച് വരുന്ന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ വരും ഭയങ്കര ഫ്ലെയർ ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ റഫിൾസും പ്ലീറ്റ്സും ഒക്കെ കൊടുത്ത് ഭയങ്കര ഭംഗിയായിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഒരു ടൈപ്പ് ഡ്രസ്സസ് വെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫാറ്റി ആയ ഒരു ഇല്യൂഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഡ്രസ്സസിൻ്റെ കൂടെ ബെൽറ്റ് യൂസ് ചെയ്യാതിരിക്കുക. ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു വേസ്റ്റ് പോർഷൻ അവിടെ സ്ലിം ആയി തോന്നിക്കുകയും അതുവഴി നമുക്ക് ഒരു സ്ലിം ആയിട്ട് നമുക്ക് സ്ലിമ്മർ ഇല്യൂഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ ബെൽറ്റ് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഫാറ്റി ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് നമ്മൾ ബോട്ടം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ജീൻസ് ആണ് വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് കളർ ജീൻസസ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ തന്നെ നമ്മൾ ഷെയ്ഡ്സ് കൊണ്ടുവരാതെ, ഇപ്പോൾ ജീൻസിൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഷെയ്ഡ്സ് ഉള്ള ജീൻസ് അവോയ്ഡ് ചെയ്തിട്ട് പ്ലെയിൻ ആയ ജീൻസ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ജഗ്ഗിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പ്രിൻ്റ് വരുന്ന ജഗ്ഗിൻസ് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വെർട്ടിക്കലി പ്രിൻസ് വരുന്നത് ചൂസ് ചെയ്യാതിരിക്കുക. ഹൊറിസോണ്ടലി പ്രിൻസ് വരുന്ന ജഗ്ഗിൻസ് നമ്മൾ ചൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ കുർത്തീസ് വെയർ ചെയ്യുകയാണെങ്കിൽ അതിക്ക് പലാസോ അല്ലെങ്കിൽ സെമി പാട്ടിയിലൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ലെഗിൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. കാരണം നമുക്ക് ലെഗിൻസ് ഏത് ടൈപ്പ് ലെഗിൻസ് ആണെങ്കിലും നമുക്കത് ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക.
പ്രത്യേകിച്ച് നമ്മൾ സ്ലിറ്റൊക്കെ ഉള്ള ഡ്രസ്സസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ലിം ആയിട്ടായിരിക്കും നമുക്കവിടെ തോന്നുക. സോ ലെഗിൻസ് മാക്സിമം ഒഴിവാക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്കിൻ്റെ കാര്യമാണ്. നെക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കോളർ നെക്ക് അല്ലെങ്കിൽ ബത്ത് നെക്ക്, ഹൈ നെക്കൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ നമ്മൾ വൈഡ് ആയിട്ടുള്ള നെക്കുകൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ നമുക്ക് ഹൊറിസോണ്ടലി വരുന്ന എംബ്രോയ്ഡറീസോ അല്ലെങ്കിൽ നമ്മൾ റഫിൾസും പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാറുണ്ടല്ലോ, അതുപോലെയുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ്സിൻ്റെ കാര്യമാണ്. അതായത് നമ്മളെപ്പോഴും ഫുൾ സ്ലീവ്സ് അല്ലെങ്കിൽ 3/4 സ്ലീവ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി നമ്മൾ സ്ലീവ്ലെസ് ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഹാഫ് സ്ലീവ്സ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഹാഫ് സ്ലീവ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം അവിടെ ഒരു സ്ലിം ആയ ഒരു ഇല്യൂഷൻ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് സ്ലീവ്സിൽ ലൈനിങ് പലരും കൊടുക്കാറില്ല. നമ്മൾ ബോഡി പാർട്ടിൽ ലൈനിങ് കൊടുക്കും, എന്നാൽ സ്ലീവ്സിൻ്റെ കാര്യം വരുമ്പം ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് പലരും ലൈനിങ് കൊടുക്കാറില്ല. പക്ഷേ സ്ലിം ആയ ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ്സിനും ലൈനിങ് കൊടുക്കണം. അതുവഴി നമുക്ക് ഒരു ബൾക്കി ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് അവിടെ തോന്നിക്കാൻ കഴിയും. പിന്നെ നമുക്ക് സ്ലീവ്സ് ചൂസ് ചെയ്യുമ്പം എന്താ പറയുക, അംബ്രല്ല സ്ലീവ്സ് അതുപോലെ പഫ് സ്ലീവ്സ് ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സസറീസിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ ആക്സസറീസ് ചൂസ് ചെയ്യുമ്പം വലിയ ആക്സസറീസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വലിയ ജിമിക്കി പോലത്തെ കമ്മലുകൾ, അതുപോലെ തന്നെ വലിയ നെക്ക് പീസസ് ഒക്കെ, അട്രാക്റ്റീവ് ആയിട്ടുള്ള വലിയ നെക്ക് പീസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാറ്റി ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ ഹീൽസ് ആണ്. ഹൈ ഹീൽസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സാൻഡൽസ് അല്ലെങ്കിൽ ബൂട്ട്സ്, ഷൂസസൊക്കെ നല്ലതായിരിക്കും സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈലിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അവിടെ ഒരു ഫാറ്റി ആയ ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും നമ്മൾ ഭയങ്കര ഫാറ്റി ആയി തോന്നിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് അവിടെ ഒരു ഫാറ്റി ഇല്യൂഷൻ, കാണുന്നവരുടെ മൈൻഡിലൊരു ഫാറ്റി ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ് എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനും കംഫർട്ടിനും അനുസരിച്ചിട്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് എന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോയിൽ വരുന്ന ചെറിയ തെറ്റുകളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.